ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങള്, ഈ കണ്ടവന്റെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങള്, ഈ പ്രണയിച്ച് പ്രേമിച്ച് പോകുന്നവള് ഒരിക്കലും, വല്ലാഹി സത്യം, ആണയിട്ട് പറയുന്നു, ഞാൻ 30 വർഷമായിട്ട് പ്രസംഗിക്കാണ്, ആണയിട്ട് പറയുന്നു, കുറഞ്ഞ നാളൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം, പിന്നീട് അവർ ശവപ്പറമ്പിലായിരിക്കും, അവർ വ്യഭിചാരശാലകളിലായിരിക്കും, പലരും അവരെ ഉപയോഗിക്കും, ട്രാൻസ്പോർട്ട് ബസ് പോലെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും. അവസാനം അവളുടെ ജീവിതം ഒരു തൂക്ക് കയറിലായിരിക്കും. എഴുതി വെച്ചോ ഈ അബൂബക്കറിന്റെ വാക്ക്, വെറുതെ പറയല്ല. ഏതെങ്കിലും ഒരു പ്രണയ വിവാഹം റാഹത്തായ രീതിയിൽ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ച ചരിത്രം ഉണ്ടെങ്കിൽ അതൊരു 3% കാണുള്ളൂ. ബാക്കിയെല്ലാം പോക്ക. ഈ കൊണ്ടുപോകുന്നവന്റെ ലക്ഷ്യം എന്താ? ഇവളുടെ കുറെ സാധനം കിട്ടണം ഇവന്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അവന്റെ ലക്ഷ്യമില്ല. അല്ല, ഈ ഒരു പെണ്ണിനെ വെറുതെ കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാ? അല്ല, സ്വർണം വല്ലതും കിട്ടിയോ, അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും? ഒന്നുമില്ല. ഈ പെണ്ണ് ചുമ്മാ ഒന്ന് ചിരിച്ച് കളിച്ച് അവിടെ ഒന്ന് കുലുക്കി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ പിടിച്ചു കൊണ്ടുപോയി. അവസാനത്തെ ശിർക്കിലേക്കാക്കി, കുഫറിൽ ശിർക്കിലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ശിക്ഷ മൃത്യുരും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. അത് അള്ളാഹ്ക്ക് ഒട്ടും പൊറുക്കാൻ പറ്റൂല. അത് അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റൂല. അത് അള്ളാഹ് പുറത്തു തരികയില്ല. ശിർക്കും കുഫറും അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, നമുക്ക് ഹലാലായ ഒരു ഭർത്താവിനെ, ഹലാലായ ഒരു ഭാര്യയെ അവര് സെലക്ട് ചെയ്തിരും. അതിലാണ് പൊരുത്തം, അതിലാണ് ബർക്കത്ത്, അതിലാണ് സന്തോഷം. ആ മക്കളാണ് നിങ്ങൾക്കും ഭാവിയിൽ ഉപകാരപ്പെടുക. ഇല്ല എങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാളെ ഭാരമായിരിക്കും. അന്ന് നീ ചിന്തിക്കും, എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ ഞാൻ ദേഷ്യം പിടിപ്പിച്ച് അവരുടെ പൊരുത്തമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാണ് എനിക്ക് ഈ ഒരു ഗതികേട് വരുന്നത് എന്ന് അന്ന് നിങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ്, സുമ്മ ഇൻഷാ അല്ലാഹ്. ഇന്ന് നടക്കുന്ന സമയം, ഞങ്ങളൊക്കെ പള്ളിയിലെ ഖത്തീബന്മാരാണ്, 30 വർഷമായിട്ട് പല പള്ളിയിലും ജോലി ചെയ്യുന്നവരാണ്. നമുക്കറിയാം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കറിയാം. നമ്മുടെ മുന്നിൽ എത്ര പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? വല്ലാഹി സത്യം, ഉസ്താദെ എന്റെ ഗതികേടോട് ചാടിപ്പോയി, അത് സംഭവിച്ചു പോയി, വീണുപോയി, കുടുങ്ങിപ്പോയി, രക്ഷയില്ല, എന്തെങ്കിലും ഒരു വഴി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. എത്ര പെണ്ണുങ്ങള് നിലവിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? ഇതൊക്കെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പോകുന്നതാണ്. ആ സുഖം കഴിയുമ്പോഴത്തേക്ക് പിന്നെ തീർന്ന്. കയ്യിൽ കിടക്കുന്ന കരിവേപ്പിലെടുത്ത് വലിച്ചെറിയും, തുപ്പി ഇങ്ങനെ എറിയുമ്പോഴായിരിക്കും സാമ്പാറിൽ കിടക്കുന്ന മുരിങ്ങക്കാക്കോല് കടിച്ച് ചവച്ചു തുപ്പിയിട്ട് ഇങ്ങനെ എറിയുന്നത്. കറിവേപ്പില എറിയുക. ഞാൻ അവൻ ഇത്രയും കറിക്ക് സ്വാദും കൊടുത്ത് എല്ലാ ടേസ്റ്റും കൊടുത്ത് അവൻ നോക്ക്, അവൻ ഒരു ചൂമ്പിയിട്ട് ഒറ്റ എറി, തൊട്ട് പിന്നാലുകൊണ്ട് മുരിങ്ങക്ക ചവച്ചു തുപ്പിയിട്ട് എറിയുന്നു. അപ്പൊ ചിരിക്കും, നിന്നെ ഈ കോലത്തിലാക്കിയെങ്കിൽ എന്നെ ഒന്ന് ചൂമ്പി വിട്ടതേ ഉള്ളു, നിന്നെ ഇതേപോലെ കഷണാക്കിയൊന്നും എന്നെ വിട്ടിട്ടില്ല എന്ന് അവൻ പിന്നീട് ചിന്തിക്കും സംഭവം. അതുകൊണ്ട് ചിന്തിച്ചോളി. ഒളിച്ചോടാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോളി. എവിടെ പോയാലും ഇത് തന്നെ സംഭവം. ഞാൻ ഈ വാതിൽ എവിടെ പോയാലും കൂടുതലും പറയുന്ന ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ പെണ്ണുങ്ങളല്ല. ഇന്ന് എന്റെ പെണ്ണുങ്ങളൊക്കെ ഈ ഒരു പ്രണയം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചുമ്മാ ഒലിപ്പീര, വെറുതെ അതൊരു ടൈം പാസ്.